ഹലോ, ഇന്ന് ഞങ്ങളൊന്ന് പേട്ടയിലേക്ക് പോവാണ് കേട്ടോ. സൺഡേ ഞങ്ങൾക്ക് ഔട്ടിംഗ് ഡേ അല്ല, സാറ്റർഡേ ആണ് ഞങ്ങൾക്ക് ഇവിടെ ഔട്ടിംഗ് ഡേ ഉള്ളത് കേട്ടോ. പക്ഷേ ഇന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളതുകൊണ്ട് വാർഡനോട് പെർമിഷൻ ചോദിച്ച് ഹോസ്റ്റലിൽ നിന്ന് പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ ഔട്ട്ഫിറ്റ് ചെക്കിംഗ് ഒക്കെ നടത്തുകയാണ് കേട്ടോ. മെയിനായിട്ട് പോകുന്നതിൻ്റെ ഉദ്ദേശം ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഹോസ്റ്റലിലെ ഫുഡിൻ്റെ കാര്യം അറിയാലോ, ഇവിടുത്തെ മഞ്ഞക്കറി കഴിച്ച് ഞങ്ങൾക്ക് മടുത്തതുകൊണ്ട് ഒന്ന് പുറത്തൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വരാമെന്നുള്ള പ്ലാനിങ്ങും ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും റൂമൊക്കെ പൂട്ടി പോവാണ് കേട്ടോ. ഞങ്ങൾ 3 പേര് ഇന്ന് റൂമിലുള്ളൂ. കോഴ്സ് വീട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ റൂമൊക്കെ പൂട്ടി ഞങ്ങൾ ഇറങ്ങി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ ഇടനാഴി. രാത്രി കാണാൻ നല്ല രസമാണ്. അപ്പം നമ്മുടെ മൂവ്മെൻറ്റ് രജിസ്റ്ററിൽ പേരൊക്കെ എഴുതി വെച്ചിട്ട് വേണം നമ്മൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. പേരെഴുതി ഒപ്പിടണം, പിന്നെ സമയം എഴുതി വെക്കണം. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പേട്ട എത്തിയിട്ടോ. ഇതാട്ടോ അരുവിത്തറ പള്ളി. അവിടെ ചെന്ന് ഞങ്ങൾ ആദ്യം ചെയ്തത് ഒരു ബാഗ് വാങ്ങാനുണ്ടായിരുന്നു, പിന്നെ കുറച്ച് A4 ബണ്ടിൽ വാങ്ങണം. B.Ed പഠിക്കുമ്പോൾ നമുക്ക് A4 ഒക്കെ ആണല്ലോ വേണ്ടത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ മേടിച്ച് നേരെ മന്തിക്കടയിൽ എത്തിയിട്ടോ. അവിടെ ഫസ്റ്റ് എത്തി ഞങ്ങളായിരുന്നു. 11 മണിക്ക് തന്നെ കയറി ചെന്ന് ആ കട ക്ലീൻ ആക്കാനുള്ള സമയം പോലും ഞങ്ങൾ കൊടുത്തില്ല. അങ്ങനെ ഒരു 11:30 ആയപ്പോൾ ഞങ്ങൾ കടയിൽ കയറി ഹണി ചില്ലി മന്തിയാട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ മന്തിയൊക്കെ വന്ന് ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു ഫുഡ് കഴിക്കുന്നുണ്ടായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നേരെ പോകാമെന്നായിരുന്നു കേട്ടോ ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ ഞങ്ങളത് കഴിച്ചിട്ട് അവിടെ തന്നെ കുറേ നേരം ഇരുന്നു. എന്താണെന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ മന്തിയൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ ഈരാറ്റുപേട്ടയിൽ തന്നെയുള്ള ഗോഗ്രിൽ എന്ന് പറഞ്ഞൊരു കടയിലോട്ടോ ഞങ്ങൾ പോയത്. അപ്പം അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ വേറെ വീഡിയോ ഇട്ട് കാണാം കേട്ടോ. ബൈ.